വളർത്തിയെടുത്തു ഞാനിവളെ. ഇപ്പോ എന്റെ ശക്തിയും ധൈര്യവും എല്ലാം ഈ സാക്ഷാൽ ജ്യോതിർമയ്യ. മോൾക്ക് തന്നെ അറിയാവുന്ന മറ്റൊരു കാര്യമുണ്ട്. ഗൗതമന്റെ ശക്തിയും ധൈര്യവും ആരാ? ഓ, അതവളാ നിധി, സംശയമില്ല. യെസ്, അങ്ങനെ ചിന്തിച്ച ഏതൊരു പുരുഷന്റെ ശക്തിയും അവളെ മുന്നോട്ട് നയിക്കുന്നതും മിടുക്കിയായ ഒരു പെണ്ണായിരിക്കും. പ്രണവിന് മോളും അതുപോലൊരു ഭാര്യയായിരിക്കണം. ഗൗതമനെ ഇല്ലാതാക്കി പ്രണവ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു വലിയ ബിസിനസ് ശൃംഖലയാണ് അവനെ കാത്തിരിക്കുന്നത്. അവിടെ ഏത് പ്രതിസന്ധിയെയും ധൈര്യപൂർവ്വം നേരിടാനുള്ള ശക്തിയും ത്രാണിയും തന്റെ ഇടവും മോൾക്കുണ്ടാവണം. ഞാനും ഗൗതമും ഉൾപ്പെടെയുള്ള ബിസിനസ്സുകാരന്മാരെല്ലാം മുന്നിൽ നിന്ന് നയിക്കുന്നതേ ഉള്ളൂ. പിന്നിലെ ചരടുവലി നടത്തുന്നതൊക്കെ ഭാര്യമാരാ മോളെ. മുഖസ്തുതി പറയാന്ന് വിചാരിക്കണ്ട. ഞങ്ങളെക്കാളുമൊക്കെ മിടിക്കാണ് മോള്. വേണം എന്ന് തീരുമാനിച്ചിറങ്ങിയ ഏത് ഉടുമ്പ് സാബുവിനെ വരുതിക്ക് നിർത്തി കാര്യം സാധിക്കാനുള്ള മനക്കരത്തുള്ള പെണ്ണൊരുത്തി. ഒരു ചെറിയ പരിശീലനം, നിനക്കതിന്റെ കുറവ് മാത്രമേ ഉള്ളൂ ശിവാനി. എന്തു പറയുന്നു മോളെ? പോവില്ലേ നമ്മള് ഉടുമ്പ് സാബുവിനെ കാണാൻ? പിന്നല്ലാതെ ഞാൻ വരാന്നേ, നമുക്ക് സംസാരിക്കാം അവനോട്. അവനെന്നൊക്കെ ആയി വിളി. മിടുക്കി. പെട്ടെന്ന് ഫോം ആയല്ലോ. വാ, വന്ന് വണ്ടി കയറ. ആരാ സിക്കേസി? അതവരാ, ഞാനൊന്ന് എടുക്കട്ടെ. ഹലോ, നിങ്ങൾ എവിടെ എത്തി? ഞങ്ങൾ അങ്ങോട്ട് വന്നോണ്ടിരിക്കാ സാറേ, ഒരു 15 മിനിറ്റ്. അതിനുള്ളിൽ പറഞ്ഞ സ്ഥലത്തെത്തും. ആ, ഉടുമ്പ് സാബു ഇവിടെ അവൻ കൂടെയല്ലേ? ആ, ഉണ്ട് സാറേ, ഇവിടെ തന്നെ ഉണ്ട്. ആയി നല്ല ഉറക്കത്തിലാ. അണ്ണ നല്ല ഉറക്കത്തിലാ സാറേ. ഓക്കെ, പറഞ്ഞ സ്ഥലം അറിയാലോ. അവിടെ തന്നെ വന്നാ മതി. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റല്ലേ? അതിനൊന്നും ഒരു കുഴപ്പമില്ല സാറേ, എല്ലാം പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അവിടേക്ക് വരുന്നതിന് മുൻപേ തന്നെ അത് നടന്നിരിക്കും. അതിനു വേണ്ടിയല്ലേ ഞാനും കൂടി കാറി കയറിയത്. നിന്റെ പ്ലാൻ എങ്ങനെയാ? ഞങ്ങൾ ഇവിടുന്ന് ഞാനും ജ്യോതിയും പിന്നെ ശിവാനിയും ഉണ്ട്. ഞാൻ മണ്ടത്തരം കാണിക്കോ സാറേ? നമ്മൾ പ്ലാൻ ചെയ്ത പരിപാടി കഴിഞ്ഞാ അപ്പൊ തന്നെ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങും. ഫൈസലും സാബുണ്ണനായിരിക്കും അങ്ങോട്ട് വരുന്നത്. ഓക്കെ, എങ്കിൽ ഞങ്ങൾ ഇറങ്ങുക. നിങ്ങളങ്ങ് വന്നാ മതി. വെക്കട്ടെ? ആ, ശരി സാറേ. കേറ്. ചെക്കിംഗ് ആണല്ലോ ചേട്ടായി. അതിന് നിനക്കെന്താ? നിർത്തി കൊടുക്കടാ. ആ, നിർത്ത്. നിർത്തണോ? തുറക്കണോ? എന്താ സാറേ? എങ്ങോട്ട് പോവാ? ഒന്നുമില്ല, പുറകിലിരിക്കുന്ന ആളിന്റെ ഭാര്യയ്ക്ക് പേറ്റ് നോവ്. ഒന്ന് പോയി നോക്കിയേക്കാന്ന് കരുതി. ആ, അത് നല്ലതാ. ആരാ പുറകിരിക്കുന്നേ? സാറിന് പരിചയം കാണും. നമ്മള് സാബുണെന്ന് വിളിക്കും. നിങ്ങളുടെ റെക്കോർഡ്സിലൊക്കെ ഉടുമ്പ് സാബു എന്നായിരിക്കും. സംശയം ഉണ്ടെങ്കിൽ സാറ് നോക്കിക്കോ. ഗ്ലാസ് താഴ്ത്തി തരാം. ഗ്ലാസ് താഴ്ത്തിക്കടാ. ആരാണത്? ആരാടാ മുഖത്ത് ടോർച്ച് അടിക്കുന്നേ? അയ്യോ, അയ്യോ ഫൈസലേ, വണ്ടി എടുക്കാം. അയ്യോ സാറേ, ബ്ലഡ് വരുന്നുണ്ടല്ലോ. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. നമ്മൾ എത്താനായോടാ പവിത്ര? ദേ, ആ വളവ് തിരിഞ്ഞ് ഇടത്തോട്ട് കയറിയാൽ മതി. അവരവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ഫൈസലേ, എന്നെ ഇവിടെ ഇറക്കിയേക്ക്. ആ ശരി. നീ പോവുകയാണോടാ? തിരിച്ചു വരുമ്പോ കയറിക്കോളാം. അവിടെ എന്നെ കാണാൻ പാടില്ലാത്ത ഒരാളുണ്ട്. എന്തായാലും അണ്ണം പോയിട്ടോ. ആ ശരി.
ആ പിന്നെ എന്നെ കണ്ട കാര്യം അവിടെ പറയാൻ പോണ്ട കേട്ടോ. ഓക്കെ. നിനക്ക് സ്ഥലം അറിയാമോടാ? എനിക്കറിയാം.